ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിരിക്കുന്നത്. അപ്പോൾ ഇന്നിതാ ഒരു ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ അപ്പം ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം. ഇതെൻ്റെ അമ്മായിൻ്റെ സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം സൈസിലുള്ള 4 ഉള്ളി എടുത്തിട്ടുണ്ട്, 4 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇതിപ്പം 2 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ചധികം ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തത്. അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കർ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതാ 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത് മൂന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഓയിലിൽ കിടന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് നമുക്ക് എണ്ണയിൽ നിന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഇതാ മുറിച്ച് വെച്ച തക്കാളിയും ഉള്ളിയും രണ്ടും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഉണ്ടാവും, അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം നമ്മളൊന്ന് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് കറിയിലേക്ക് ചേർക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ചൂടാകുമ്പം അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്ലെയിം കൂട്ടാനേ പാടില്ല, പെട്ടെന്ന് മുളകെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം. ഇത് ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാണ്ട്, പെട്ടെന്ന് മുളകെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ കരിയാണ്ട് നോക്കണം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ കറിയിലേക്ക് കുരുമുളക് ചേർത്തിട്ടില്ല. ഇപ്പം ഈ ഒരു ടൈമിൽ ഇതാ 2 ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ കഴുകി വെച്ച 2 കിലോ ബീഫാണ്. അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക്. ഈ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാ ബീഫിലും വേവൊന്നും ഒരുപോലെ ആയിരിക്കില്ല. ടൈമിങ്ങിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് വേവുന്ന ബീഫ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറവ് വേവുള്ള ബീഫ് ഉണ്ടാവും, അങ്ങനെയെല്ലാം. ഇപ്പോൾ ഇതാ ഞാനൊരു 6 വിസിലിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതാ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണെല്ലാം ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ കുറച്ച് ഗരം മസാല, അതായത് 1/4 ടീസ്പൂണോളം ഉണ്ടാവും. അതുപോലെ 1/4 ടീസ്പൂണോളം അറബിക് മസാലയും ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കറി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നൊന്നുമില്ല, ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. ഇനി ഏകദേശം കറിയെല്ലാം റെഡിയായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുന്ന ഒരു ടൈമിൽ നമുക്ക് തേങ്ങാപ്പാലും തേങ്ങ വറുത്തരച്ചൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുളക് കറിയാണിത്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കറി അടച്ചു വെച്ച് കൊടുക്കുക. അപ്പം തന്നെ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും. അങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ഇതാ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇനി ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.